ഗൈസ്, അപ്പോൾ ആദ്യം നമുക്ക് റെഡ് തന്നെ അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എങ്ങനെയാണ് സാധനം അപ്പം ഇതാണ് നമ്മുടെ നെയിം ബോർഡിൻ്റെ മെയിൻ ഐറ്റം. അപ്പം ഇത് ഒട്ടിക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ നെയിം ബോർഡിൻ്റെ ഫസ്റ്റ് ഘട്ട പരിപാടി സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാണുന്ന ഫോം ഷീറ്റിൽ നമ്മളിത് ഈ കാണുന്ന സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ടല്ലോ, ഈ കാണുന്ന സ്ട്രിപ്പ് ലൈറ്റ് ഓരോന്നോരോന്നായിട്ട്, അതായത് റെഡും വൈറ്റും ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഒട്ടിക്കണം. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ ഗൈസ്, ഇത് നോക്ക്, നൈസായിട്ട് ഗ്യാപ്പ് നോക്കി കട്ട് ചെയ്തു, ടക്ക് പരിപാടി കഴിഞ്ഞു. അപ്പോൾ അതും കട്ട് ചെയ്യുക, ഒട്ടിക്കുക. അപ്പോൾ ഇനി ഇത് ഫുൾ എന്തുകൊണ്ടാണ് ഈ അക്കർലിക്ക് ആദ്യം ഒട്ടിക്കുന്നതെന്ന് ഞാൻ അവരോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കർലിക്ക് നമുക്ക് വയറിങ് എന്തോ ലൂപ്പിങ് പരിപാടി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അത് ഞാൻ ഗൈസ്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് നമ്മുടെ നെയിം ബോർഡ്. എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല, അതിനകത്ത് നോക്കിയിരിക്കാം. നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് എന്തിനാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഫോം ഷീറ്റിൽ നമ്മൾ സ്ട്രിപ്പിൻ്റെ പരിപാടി അങ്ങനെ ഫൈനലി നെയിം ബോർഡ് എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഈ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ ബസ്സിൽ വെച്ചിട്ട് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിക്ക് നെയിം ബോർഡില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പം നമ്മുടെ വണ്ടിക്ക് നെയിം ബോർഡ് കയറ്റാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് നെയിം ബോർഡ്, അതായത് ഒന്നേന്നൊരു നെയിം ബോർഡ് ഉണ്ടാക്കി ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വണ്ടിയിൽ കയറ്റി വെക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഗൈസ്, നമ്മൾ എവിടെയാണ് നെയിം ബോർഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിനി നേരെ വണ്ടി എടുത്തിട്ട് പോകാം. വണ്ടി ഇപ്പം അശ്വിൻ ബ്രോ അടൂരോട്ട് കൊണ്ടുവരും. അപ്പം നമുക്ക് അടൂന്ന് നേരെ കയറിയിട്ട് നെയിം ബോർഡ് വെക്കുന്നിടത്തോട്ട് പോകാം. അപ്പം നേരെ വണ്ടി എടുത്തിട്ട് പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ എത്തുന്നതിന് മുമ്പായിട്ട് വണ്ടി എത്തിയിട്ടുണ്ട്. നമ്മുടെ അടൂർ റിലയൻസിൻ്റെ പമ്പിൻ്റെ തൊട്ട് സൈഡിലായിട്ട് വണ്ടി ഒതുക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം. കാരണം രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ നേരത്തെ തന്നെ, അതായത് ഇപ്പോൾ സമയം 10 മണി ആവുന്നതേ ഉള്ളൂ. അപ്പം നേരത്തെ പോയി കഴിഞ്ഞാൽ ഒരു വൈകുന്നേരത്തിന് മുമ്പ് പരിപാടിയെല്ലാം ഒതുക്കി തിരിച്ചു വരാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ അഞ്ചൽ ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അഞ്ചലിൽ G7 കസ്റ്റംസിൻ്റെ അടുത്തോട്ടാണ് നമ്മളിന്ന് നെയിം ബോർഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ അതായത് കൊട്ടാരക്കര തിരുവനന്തപുരം റോഡിൽ നിന്നും കുറച്ച് അകത്തോട്ട് അഞ്ചൽ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. കുറച്ച് കൺജസ്റ്റഡ് ആണ് റോഡ്, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് നമ്മൾ നേരെ ഗൈസ്. അങ്ങനെ നമ്മൾ G7 കസ്റ്റംസിൻ്റെ തട്ടകത്തിലെത്തിയിരിക്കുകയാണ്. അവരുടെ ഗ്യാരേജ് ഇപ്പം വലിയ വണ്ടി വർക്ക് എടുക്കുന്നത് ഈ റോഡിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ടാണ്. ബാക്കി കൊച്ചുവണ്ടികളൊക്കെ അവരുടെ വീട്ടിൽ തന്നെ ഒരു ഗ്യാരേജ് പോലെ സെറ്റ് ചെയ്തിട്ടാണ്. അത് നമുക്ക് അവരുടെ ഗ്യാരേജിലേക്ക് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം അവരെത്തിയിട്ട് പോകാം ഗൈസ്. അങ്ങനെ അവരെത്തിയിട്ടുണ്ട്. അപ്പം അവർ ജസ്റ്റ് ഒരു അളവെടുപ്പും കാര്യങ്ങളും, കാരണം ഓൾറെഡി നേരത്തെ അളവെടുത്തതാണ്, എന്നാലും ചെറുതായിട്ട് ജസ്റ്റ് ഒരു അളവെടുപ്പ് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നേരെ അവരുടെ വീട്ടിലുള്ള ഗ്യാരേജിലേക്ക് പോകാം ഗൈസ്. ബാക്കി പരിപാടിയിലെല്ലാം അവിടുന്ന് ഗൈസ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ G7ൻ്റെ വീട്ടിലുള്ള ഗ്യാരേജിലോട്ട് പോകാൻ പോവാണ്. അപ്പം അടുത്ത മാസം എന്തോ അവരുടെ ഒരൊറ്റ ഗ്യാരേജ് റോഡ് സൈഡിൽ തന്നെ വരാൻ പോകുന്നുണ്ട്. അപ്പം അതിന് മുമ്പായിട്ടാണ് നമ്മൾ വന്നതുകൊണ്ട് നമ്മൾ നേരെ ഇപ്പം തൽക്കാലം അവിടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, അവരുടെ ഗ്യാരേജ് നിന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ G7 കസ്റ്റംസിൻ്റെ ഗ്യാരേജിലെത്തി. അപ്പോൾ ഇവിടെ 2 17 സീറ്റ് ട്രാവലറുണ്ട്. അതിനകത്ത് ബാറോസ് എന്നുള്ളത് ഇവരുടെ സ്വന്തം ട്രാവലറാണ് ഗൈസ്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടൊരു 26 സീറ്റ് ട്രാവലറും കിടപ്പുണ്ട്. അതിനകത്ത് എന്തോ മാരക വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാഗിലൊരു മുടിഞ്ഞ വലിയ പഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ കണ്ട ഗൈസ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഗൈസ്, ഇവിടെ മൊത്തം എന്താണ് ടൂൾസും അതേപോലെ ലൈറ്റും കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾ വേണ്ട 26 സീറ്റ് വേണ്ടി ഇതാണ് ബ്ലിസ്, അതായത് എഡിഷൻ നെയിം ബെലട്രിസ് എന്നാണ്. അപ്പം അതിന് വോക്കൽ പരിപാടി എന്നല്ല, വലിയ മാരക വർക്ക് തന്നെയാണ് അതിനകത്ത് നടക്കുന്നത്. അപ്പം അതെന്തൊക്കെയാണെന്ന് ഞാൻ ഗൈസ്. അങ്ങനെ നമ്മുടെ നെയിം ബോർഡിൻ്റെ ഫസ്റ്റ് ഘട്ട പരിപാടി സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ നെയിം ബോർഡിൻ്റെ ഫസ്റ്റ് ഗ്ലാസ്സിൽ ഒട്ടിക്കുന്ന പോർഷൻ, അതായത് നമ്മുടെ അക്കർലിക്ക് എന്ന് പറയും. കാരണം ഇവരോട് ചോദിച്ചപ്പോൾ അക്കർലിക്ക് ഫസ്റ്റ് ഒട്ടിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ നെയിം ബോർഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും വെളിയിലോട്ട് വെട്ടം നല്ല രീതിയിൽ തെറിച്ച് നിൽക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഘട്ടത്തിൽ അക്കർലിക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അക്കർലിക്ക് രണ്ടും കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തേക്കും ഉച്ചയ്ക്ക് 1 മണിയായി. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ തന്നെ ട്രാവലറായിട്ടുള്ള ബാറോസിലാണ്. ബാറോസ് മാരക വർക്കാണ് കേട്ടോ ഗൈസ്, ഒരു രക്ഷയില്ല. ഇവർ ശരിക്കും ഇതിലാണ് ചെയ്ത് തുടങ്ങിയത്. എൻ്റെ പൊന്നു, ഇത്
റൂഫ് വേറെ ലെവൽ വർക്കിലാട്ടോ ചെയ്ത് വെച്ചേക്കുന്നത്, ഒരു രക്ഷയില്ലാത്ത വർക്ക്. അപ്പം ഞങ്ങൾ കുറച്ച് ഏകദേശം 2, 3, 4 പേരാണ് ഫുഡ് കഴിക്കാനായിട്ട് ട്രാവലർ എടുത്തിട്ട് പോവാണ്. ഒരു വൈബ്. അപ്പം ഇതൊരു രക്ഷയില്ലാട്ടോ, അമ്മാര് വർക്കുണ്ട് കേട്ടോ വണ്ടി. ഗൈസ് അങ്ങനെ ഫുഡ് അടി പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ കൊറിയർ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഈ എടുത്തു വെച്ചിരിക്കുന്ന ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊട്ട് പുറകെ കിടക്കുന്ന നമ്മുടെ ട്രാവലറല്ലേ, അതായത് 26 സീറ്റ് ട്രാവലർ, അതിൻ്റെ അണ്ടർബോഡി ലൈറ്റോ കാര്യങ്ങളോ എന്തൊക്കെയാണ് ആ ഇരിക്കുന്ന ലൈറ്റ്. ഈ കിടക്കുന്ന ട്രാവലറിൻ്റെ അണ്ടർബോഡി ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ആ വന്നിരിക്കുന്നത്. ഇപ്പം എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബോക്സ് ആണ് നമ്മുടെ നെയിം ബോർഡിൻ്റെ ലൈറ്റ്, അതായത് സ്ട്രിപ്പ് ലൈറ്റ്. അപ്പം ഞാൻ അത് ഓരോന്നായിട്ട് ഞാൻ എടുത്ത് കാണിക്കാം ഗൈസ്. ഇതാണിത്, എനിക്ക് തോന്നുന്നു റെഡ് കളറാണെന്ന് തോന്നുന്നു, റെഡും വൈറ്റുമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് LED സ്ട്രിപ്പ് ലൈറ്റ്. ഈ സ്ട്രിപ്പ് ലൈറ്റ് ആണ് നമ്മുടെ നെയിം ബോർഡിൽ ഒട്ടിക്കാനായിട്ട് പോകുന്നത്. ഇത് വൈറ്റ് ആണെന്ന് തോന്നുന്നു ഗൈസ്, വൈറ്റ് കളറാണെന്ന് തോന്നുന്നത്, മറ്റേത് റെഡും ആണെന്ന് തോന്നുന്നു. അപ്പം ഈ 2 സ്ട്രിപ്പും ആണ് നമ്മളെ നെയിം ബോർഡിൽ ഒട്ടിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാനിത് ഓരോന്നായിട്ട് ഞാൻ തുറന്ന് കാണിക്കാം ഗൈസ്. അപ്പോൾ ആദ്യം നമുക്ക് റെഡ് തന്നെ അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എങ്ങനെയാണ് സാധനം ഇരിക്കുന്നതെന്ന് നോക്കാം. റെഡ് കളറിൽ തന്നെ ആണോ ലൈറ്റ് ഇരിക്കുന്നത്, അതോ ലൈറ്റ് കത്തുമ്പോഴേ റെഡ് വരത്തുള്ളൂ നോക്കാം. എനിക്ക് തോന്നുന്നത് ലൈറ്റ് കത്തുമ്പോഴേ വരത്തുള്ളൂ. ഇതാണ് ഐറ്റം, ഇത് റെഡ് കളറാണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ നെയിം ബോർഡിൻ്റെ മെയിൻ ഐറ്റം. അപ്പം ഇതൊട്ടിച്ചിട്ടാണ് പരിപാടി കാര്യങ്ങളൊക്കെ. അപ്പം അടുത്ത നമുക്ക് വൈറ്റ് എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞല്ലേ, അപ്പോൾ അതും ഓപ്പൺ ചെയ്ത് നോക്കാം അതിൻ്റെ അകത്ത് സ്ട്രിപ്പ് ലൈറ്റ് എങ്ങനെയായിരിക്കുന്നതെന്ന്. അപ്പോൾ ഗൈസ് ഇത് അൺബോക്സ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും അതും ഇതുമായിട്ട് അത്യാവശ്യം വ്യത്യാസമുണ്ട് കേട്ടോ. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ലൈറ്റിൻ്റെ പോർഷനിൽ വ്യത്യാസമുണ്ട്. അപ്പം നമുക്കിത് കണ്ടറിയാം, എന്താണെന്ന് ഒട്ടിച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പം ഞങ്ങൾ നേരെ ഈ വണ്ടി എടുത്തോട്ട് പോകാൻ പോവാണ്. കാരണം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കട്ട് ചെയ്തില്ലേ, അതായത് അക്കറിലേക്ക് നമുക്ക് കൊണ്ടുപോയിട്ട് അളവെടുത്ത് കട്ട് ചെയ്തത് ഗ്ലാസ്സിൽ ഒട്ടിച്ചിട്ട് വെച്ചിട്ട് തിരിച്ചു വന്ന് സ്ട്രിപ്പ് ലൈറ്റ് ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി നടക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി എടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ അക്കറിലേക്ക് അകത്ത് കയറ്റി അത് വണ്ടിയുടെ ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്ത് വണ്ടിയിൽ ഒട്ടിക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ അക്കറിലേക്ക് ആദ്യം ഒട്ടിക്കുന്നതെന്ന് ഞാൻ അവരോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കറിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ നെയിം ബോർഡിൻ്റെ ആ സ്ട്രിപ്പ് ലൈറ്റ് വെച്ചിട്ടുള്ള പോർഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് നല്ല രീതിക്ക് വെട്ടം കിട്ടും എന്നാണ് ഇവർ പറഞ്ഞു തന്നെ. അപ്പം ഗൈസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടിയുടെ ഷേപ്പിലാകാം, അതായത് കട്ട് ചെയ്തെടുക്കാനുള്ള പോർഷൻസ് മാർക്ക് ചെയ്തു ഗൈസ്. അപ്പം നമ്മൾ അളവെടുത്ത് മുറിച്ച നമ്മുടെ അക്കറിലേക്ക് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം പക്കയാണ്. അപ്പോൾ ഇനിയും എന്താ പറയണേ, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, അല്ലാതെ വേറെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. അക്കറിലേക്കിൻ്റെ ഒരു പോർഷൻ പക്കയായിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്തത് നോക്കാം. അപ്പോൾ ഗൈസ് അടുത്തതും നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഒട്ടിച്ചു നോക്കി. അപ്പം പക്കയാണ്, കാരണം നമുക്ക് വെട്ടം വെളിയിലോട്ട് തെറിക്കേണ്ട പോർഷൻ മൊത്തം കവറായി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ഇത് ഒട്ടിച്ചതിന് ശേഷം ഇത് വൈറ്റ് കളറാണ് കേട്ടോ ഗൈസ് അക്കറിലേക്ക്. അതിനുശേഷം ഇതിൻ്റെ പുറത്തുള്ള ഈ കവർ, ഈ യെല്ലോ പോലിരിക്കുന്ന ഈ കവർ വലിച്ചിളക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ അത് ഏതാ കളറെന്ന് ഗൈസ്. അങ്ങനെ നമ്മുടെ അളവും പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം അതായത് അളവെടുത്ത് കട്ട് ചെയ്ത് നമ്മുടെ അക്കറിലേക്കില്ലേ, അത് രണ്ടും നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒട്ടിക്കാനായിട്ട് നമ്മുടെ ഗ്ലാസ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തിനാണ് വൃത്തിയാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് ഒട്ടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 3M ഇല്ലേ, 3Mൻ്റെ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട്. ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ മണ്ടയിലായിട്ടാണ് നമ്മുടെ ഈ അക്കറിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ടാണ് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന പരിപാടി അവിടെ നടക്കുന്ന സമയത്ത് നമ്മളിത് തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ അക്കറിലേക്കിൽ അതായത് ഒരു പ്രൊട്ടക്ഷൻ പോലെ വരുന്നൊരു എന്താ പറയുക ഒരു കവറിങ് ഉണ്ട്. അപ്പം അത് നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് റിമൂവ് ചെയ്തിട്ട് വേണം ഇത് ഒട്ടിക്കാൻ. അപ്പം നല്ല പക്ക വൈറ്റ് കളറല്ലേ. അപ്പം അവർ പറഞ്ഞ കറക്റ്റാണെന്ന് തോന്നുന്നത്. എനിക്കറിയത്തില്ല, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്കറിയത്തില്ല, കാരണം നല്ല രീതിക്ക് വെട്ടം പുറത്തോട്ട് തള്ളുമായിരിക്കില്ലേ, പൊളിയായിരിക്കും സാധനമല്ലേ. പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ അറിയാം. ഇത് സൂക്ഷിച്ചിളക്കിയില്ലെങ്കിൽ ഇത് പണി പാളും കേട്ടോ, കാരണം പൊട്ടി കയ്യിലിരിക്കും. അമ്മാര് സാധനമാണ് ഗൈസ്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഗ്ലാസ്സിലേക്ക് 3Mൻ്റെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുകയാണ്. അതായത് നമ്മുടെ അക്കറിലേക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് വേണം ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പം ആ ബ്ലാക്ക് പോർഷൻ, അതായത് പേരിൻ്റെ നമ്മുടെ എഡ്ഗർ എന്നുള്ള പേര് വരുന്നതിൻ്റെ ബ്ലാക്ക് പോർഷനിലാണ് നമ്മുടെ ഈ 3M ടേപ്പ് ഒട്ടിക്കുന്നത്. അപ്പോൾ 3Mൻ്റെ ടേപ്പ് വെറുതെ ഒട്ടിക്കുമല്ല, നമ്മൾ മറ്റേ എന്താ പറയുക
മറ്റേ ഗമ്മ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു ബലം കിട്ടും. എന്നാലേ ഇത്രയും സാധനം ഇരിക്കണ്ടേ അതിൽ, ഈ അക്കറിലേക്കും അതിൽ ഇരിക്കണ്ടേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഗമ്മൂടെ തേച്ച് അവിടെ പക്കയായിട്ട് ഒട്ടിക്കുന്നത്. അപ്പം ഇത്ര ഒട്ടിച്ചാൽ പോരാ, ഇത് ഫുള്ള് ആ ബ്ലാക്ക് വരുന്ന ഇത്രയും പോർഷൻ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഗൈസ് ഒരു ലെവല് ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഒരു മണ്ടാക്കി ടോപ്പ് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നമ്മളിപ്പം ഒട്ടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പം ഇത്രയും പോരാ, ഇത് ഈ ബ്ലാക്ക് വരുന്ന ഫുൾ പോർഷൻ നമ്മൾ ഒട്ടിക്കണം, എന്നാലേ ഈ സാധനം അവിടെ നിൽക്കത്തുള്ളൂ. അപ്പം ബാക്കി പരിപാടികൾ നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ആ ബ്ലാക്കിനകത്തൂടെ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, നെയിം ബോർഡിൻ്റെ ഗ്യാപ്പ് വരാത്തടത്തൂടാണ് നമ്മൾ ആ ബ്ലാക്കിനകത്തൂടെ മാത്രം ഇങ്ങനെ ഒട്ടിച്ച് അതിൻ്റെ അകത്ത് ഗമ്മും തേച്ച് അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വരികയാണ് ഗൈസ്. ഏകദേശം കംപ്ലീറ്റ് ആയി ഗൈസ്. കാരണം ആ വരുന്ന ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ ഏകദേശം ഒട്ടിച്ച് കഴിഞ്ഞു ഗൈസ്. ഇനിയത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഇപ്പുറത്തുള്ള എന്താ പറയണേ, ഡബിൾ സൈഡ് ടേപ്പല്ലേ, ഇപ്പുറത്തുള്ള ഇത് ഇളക്കുക, ഇനി അതിൽ പശ തേക്കുക, പിന്നെ നമ്മുടെ അക്കറിലേക്ക് ഒട്ടിക്കുക. ഇതാണ് പരിപാടി. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിൽ കാണാം ഗൈസ്. അങ്ങനെ 3Mന്റെ ഒട്ടീരി പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പം ഇനി ഇതിൻ്റെ പുറത്തേക്കുള്ള ഗമ്മ് കാര്യങ്ങളെല്ലാം ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഗമ്മൂട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയണേ അക്കറിലേക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് നമ്മുടെ നെയിം ബോർഡിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് അതിനുള്ള പരിപാടികൾ തകൃതിയായി നടക്കുന്നു. ആ ഗ്യാപ്പിൽ അടുത്ത നമ്മുടെ അക്കറിലേക്കിൻ്റെ പുറത്തുള്ള ആ ഒരു കവറിങ്ങും ആ ഒരു സീലിങ്ങും നമ്മൾ വളരെ വളരെ സൂക്ഷ്മമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നോക്കി ഇളക്കിയില്ലെങ്കിൽ അത് പൊട്ടിക്കഴിയിരിക്കും ഗൈസ്. കാരണം അത്രയ്ക്കുള്ള ക്വാളിറ്റിയുള്ള അക്കറിലേക്ക അത്രയേ ഉള്ളൂ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പം അത് സൂക്ഷിച്ച് വേണം നമ്മൾ. പക്ഷേ ഇത് തരുന്ന ഔട്ട് വേറെ ലെവലാണെന്നാണ് പറയുന്നത്. നമുക്ക് ലാസ്റ്റ് കാണാം അതെങ്ങനെയാണെന്ന്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഒരു സൈഡ് ഒട്ടിക്കാൻ പോവുകയാണ്. ഒട്ടിക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം. കാരണം നമ്മൾ ഗമ്മും കൂടെ ഒട്ടിച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ കറക്റ്റ് നമ്മൾ ആ അളവെടുത്തത് വെച്ച് ആ ഒരു കറക്റ്റ് പോർഷൻ നോക്കി വെച്ചിട്ട് ഒട്ടിച്ചില്ലെങ്കിൽ പണി വളരെ തിരിച്ചളകി വരാൻ ഇച്ചിരി ടാസ്ക്കാണ് ഗൈസ്. കാരണം ഇത് പ്ലാസ്റ്റിക്കും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് കയറി ഒട്ടും. അക്കറിലേക്ക് പെട്ടെന്ന് കയറി ഒട്ടിക്കഴിഞ്ഞാൽ തിരിച്ചളകി വരാൻ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ കറക്റ്റ് അളവ് നോക്കി പക്ക വേണം നമ്മളിത് ഒട്ടിക്കാൻ. അപ്പം അത് കണ്ടോ ഇച്ചിരി പാടാണ് പെട്ടെന്ന് കയറി ഒട്ടിയത്. അപ്പം അത് ഒട്ടിച്ചിട്ട് വേണം ഗൈസ് ഇപ്പുറത്തെ സൈഡിലൂടെ ഒട്ടിക്കാൻ. വളരെ സൂക്ഷ്മമായിട്ട്. അത് നെയിം ബോർഡ് എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല അല്ലേ, ടാസ്ക് പരിപാടി തന്നെ. അയ്യോ നമ്മളിന്ന് കത്തുന്ന കാണുമ്പം കൊള്ളാമെന്ന് പറയും. അപ്പോൾ ഗൈസ് രണ്ടാമത്തെ സൈഡും നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുവാണ് പക്കയാണോ എന്ന് അറിയാനായിട്ട്. എന്നാലേ നമുക്ക് മറ്റേ സൈഡ് എന്താണ് ഉറപ്പിക്കാൻ പറ്റും. കാരണം പക്കയായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പം അത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. നോക്കട്ടെ, ഓക്കെ ഗൈസ് അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരത് പക്കയായിട്ട് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഗൈസ്. അങ്ങനെ രണ്ടാമത്തെ സൈഡും ഏകദേശം പക്ക, അതായത് കട്ട് ചെയ്ത ആ ഒരു ലെവൽ നോക്കിയിട്ട് അതും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അക്കറിലേക്ക് ഗ്ലാസ്സിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ നെയിം ബോർഡ് വരേണ്ടത്. അപ്പം നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് വന്ന, അതായത് ഷേപ്പിന് കട്ട് ചെയ്തുകൊണ്ട് വന്ന മറ്റേ ഫോം ഷീറ്റോ അങ്ങനെ എന്തോ ഒരു സാധനമാണിത്. എനിക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ് ഗൈസ്, ക്ഷമിക്കുക. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഇതിനകത്താണ് നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പം അതും ലെവല് കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് നമ്മൾ എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അതും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ പോവുക, സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിക്കുക എന്നുള്ള പരിപാടിയാണ് അടുത്ത ചടങ്ങ്. അപ്പം ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അവരത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം പക്കയാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അവരുടെ വർക്ക്ഷോപ്പിലോട്ട് പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ G7 കസ്റ്റംസിൻ്റെ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി, നെയിം ബോർഡിൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഫോം ഷീറ്റിൽ നമ്മൾ ഈ കാണുന്ന സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ടല്ലോ, ഈ കാണുന്ന സ്ട്രിപ്പ് ലൈറ്റ് ഓരോന്നോരോന്നായിട്ട്, അതായത് റെഡും വൈറ്റും ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഒട്ടിക്കണം. പിന്നെ അതിൻ്റെ കണക്ഷൻ്റെ പരിപാടി കാര്യങ്ങൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇത് ഇനി ഓരോന്നായിട്ട് ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് സ്ട്രിപ്പ് ഒട്ടിക്കാൻ പോവുകയാണ്. നമ്മുടെ നെയിം ബോർഡിൻ്റെ ഫസ്റ്റ് സ്ട്രിപ്പ് അതിന് റെഡാണെന്നോ വൈറ്റാണെന്ന് എനിക്കിനി കണ്ടറിയാം. അപ്പം അത് ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു പക്ഷയുണ്ട്. പക്ഷേ അല്ലാതെ എക്സ്ട്രാ ഒരു ഗമ്മും കൂടെ ചേർത്തിട്ടാണ് ഗൈസ് അതും ഒട്ടിക്കുന്നത്. അപ്പം കുറച്ചും കൂടെ പവർ കിട്ടുമായിരിക്കും. നമുക്ക് നോക്കാം എന്താ പരിപാടിയെന്ന്. അപ്പം ഗൈസ് സീൻ. അപ്പോൾ ഇത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങറ്റം വരെ അപ്പോൾ ഇതിൻ്റെ ഗമ്മ് കാര്യങ്ങൾ ഒട്ടിച്ചാണ് ചെയ്യുന്നത്. അടിപൊളി.
അയ്യോ, അപ്പോൾ ഇത് നല്ല ടൈം എടുക്കും. കാരണം തുരുതുരാന്ന് മേളി വരെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് വരേണ്ട സാധനമാണ്. അടിപൊളി. അപ്പോൾ നോക്കാം ഗൈസ്, ഇന്നെങ്ങനെയാണ് പരിപാടി. ഇത് ഇനി അങ്ങേറ്റം വരെ ഒട്ടിക്കട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ ഒരു സ്ട്രിപ്പ് ഒട്ടിച്ച് ഏകദേശം കഴിഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ സ്ട്രിപ്പ്, അത് ഇനി റെഡാണോ അതോ വൈറ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല, നോക്കാം. അപ്പം ഇത് രണ്ടാമത്തെ സ്ട്രിപ്പ് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ 2 സ്ട്രിപ്പും ഏകദേശം ഒട്ടിച്ച് തീരാറായി. കാരണം 2 സ്ട്രിപ്പ് ഒട്ടിച്ച് അതിൻ്റെ എൻഡ് അപ്പോൾ എങ്ങനെയാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. എൻഡിൽ വരുമ്പോഴത്തേക്കിനും അവരിത് ഏത് രീതിയിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ലൈറ്റ് ഇത് കട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്ട്രിപ്പാണല്ലേ. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ലൈറ്റിനെ പരിപാടിയെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് അറിയത്തില്ല. അത് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ പുള്ളി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ ഗൈസ്. ഇത് നോക്ക്, നൈസായിട്ട് ഗ്യാപ്പ് നോക്കി കട്ട് ചെയ്തു, ടെക് പരിപാടി കഴിഞ്ഞു. അപ്പോൾ അതും കട്ട് ചെയ്യുക, ഒട്ടിക്കുക. അപ്പോൾ ഇനി ഇത് ഫുൾ ഒട്ടിച്ച് ചെയ്യുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ലാസ്റ്റ് സാധനം ഒട്ടിച്ചുകൊണ്ടിരിക്കും ഗൈസ്. അങ്ങനെ എല്ലാ സ്ട്രിപ്പ് ലൈറ്റും നിരത്തി പിടിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. നിരത്തി പിടിച്ച് ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയറിംഗ് ആണ്. വയറിംഗ് എന്തോ ലൂപ്പിംഗ് പരിപാടി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പരിപാടി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒട്ടാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ ഒട്ടിച്ച് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം വയറിംഗ് കാണാം ഗൈസ്. അങ്ങനെ ഫസ്റ്റ് സോൾഡറിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ അതിലുണ്ടായിരുന്ന വയറ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ട് കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള വയറ് കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള വയറ് കൊടുത്ത് അത് സോൾഡർ ചെയ്ത് അതിനകത്തോട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതെന്താ പരിപാടി നമുക്ക് കണ്ടറിയാം, പറഞ്ഞുതരാം. എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ്. അപ്പം ഗൈസ് അതേ വയർ തന്നെ രണ്ടാമത്തെ അതേ സെയിം വയറിലായിട്ട്. അപ്പം അത് ലൂപ്പിംഗ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായിരിക്കും. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ ഗൈസ്, അത് ലൂപ്പിംഗ് ആണോ അല്ലയോ എന്ന്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഏകദേശം ഒരു 50% പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരോ ഇതുമായിട്ട് ഇങ്ങനെ ലൂപ്പ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വയറിംഗ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പിന്നെ ചെക്ക് ചെയ്താൽ മതി ഗൈസ്. അങ്ങനെ എല്ലാ ലൂപ്പിംഗ് പരിപാടിയും 90% കഴിഞ്ഞു. വയറിംഗ് ഏകദേശം 90% കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും അതായത് നമ്മുടെ വയറിംഗ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ലൂപ്പ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി പരിപാടി എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം ഗൈസ്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് നമ്മുടെ നെയിം ബോർഡ്. എൻ്റെ ഫോണിൻ്റെ ഒരു രക്ഷയില്ല, അതിനകത്ത് നോക്കിയിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഒട്ടുക്കത്തെ വെട്ടമെന്ന് പറഞ്ഞാൽ ഒട്ടുക്കത്തെ വെട്ടം. എൻ്റെ പൊന്നോ, ഇതിനകത്ത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലിക്കറിങ് എത്ര സ്പീഡിൽ വേണം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമുക്ക് സ്പീഡിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തോട്ട് പോകാൻ. ഒരു രക്ഷ കേട്ടോ, അങ്ങോട്ട് നോക്കാൻ പോലും പറ്റാത്ത ലെവല് വെട്ടം കേട്ടോ, അടിപൊളി ഗൈസ്. അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി എടുത്തെത്തിയിട്ട് ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന സ്റ്റിക്കുകൾ കണ്ടോ, ഇത് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സിൽ ഫിക്സ് ചെയ്യാനായിട്ട് പോവാണ്. ഇത് എന്തിനാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഫോം ഷീറ്റിൽ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് സെറ്റ് ചെയ്തില്ലേ, ആ സാധനം ഇതിലാണ് ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ആദ്യം ഇത് അളവെടുത്ത് കട്ട് ചെയ്ത് അത് ഫിക്സ് ചെയ്യണം. അതായത് നമ്മുടെ അതിൻ്റെ നെയിം ബോർഡിൻ്റെ ഷേപ്പിൽ. അപ്പം നെയിം ബോർഡ് കാര്യങ്ങൾ നമ്മുടെ ക്യാബിനിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം മറ്റേതിൻ്റെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പം ഞാൻ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നേരത്തെ വണ്ടി എടുത്തിട്ട് പോവാം. അപ്പോൾ ഗൈസ് ഈ ഒരു ലെവലാണ് ഞാൻ മുമ്പേ ആദ്യം കാണിച്ച ആ ഒരു സാധനം സെറ്റ് ചെയ്തത്. ഇതിൻ്റെ മണ്ടയിലാണ് നമ്മുടെ എന്താ പറയുക ഫോം ഷീറ്റ്, അതായത് നമ്മുടെ നെയിം ബോർഡ് ഇതിൻ്റെ മണ്ടയിലാണ് വരാൻ പോകുന്നത്. അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുക്കൻ്റെ നെയിം ബോർഡിൻ്റെ പരിപാടി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെയിം ബോർഡിനുള്ള സ്വിച്ചിലോട്ടുള്ള കണക്ഷനും കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്ത് ഏറ്റവും ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്വിച്ച് ഏതാണെന്നാണ് ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തൊട്ട് മേളിൽ കൂടെയാണ് കണക്ഷൻ നേരെ നെയിം ബോർഡിലോട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം നെയിം ബോർഡിനുള്ള ബാക്കി പരിപാടി കാര്യങ്ങളെല്ലാം സെറ്റാണ്. അപ്പം ബാക്കി നമുക്ക് എന്താണെന്ന് നോക്കാം ഗൈസ്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നെയിം ബോർഡ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഫോം ഷീറ്റിൽ സ്ട്രിപ്പ് ലൈറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ നെയിം ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പം ആ നെയിം ബോർഡ് നമ്മുടെ ഗ്ലാസ്സുമായിട്ട് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കണക്ഷന് പരിപാടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഫിക്സ് ചെയ്യുക, സ്ക്രൂ ചെയ്യുക, പരിപാടി കഴിഞ്ഞു. നമ്മുടെ നെയിം ബോർഡിൻ്റെ പരിപാടി അങ്ങനെ ഫൈനലി നെയിം ബോർഡ് എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ ബസ്സിൽ വെച്ചിട്ട് നെയിം ബോർഡ് ഓൺ ആക്കി നോക്കി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല. അങ്ങനെ നെയിം ബോർഡ് ഇല്ല എന്ന് എല്ലാവരും പറഞ്ഞ് കമൻറ്റ് ഇട്ടവർക്ക്
ഡേ ഗൈസ് നെയിം ബോർഡ് എത്തിക്കഴിഞ്ഞു. അപ്പം എല്ലാവരെയും വിഷമം മാറിയല്ലോ നെയിം ബോർഡ് ഇല്ല എന്നുള്ളത്. അപ്പം ആ ഒരു സങ്കടം മാറ്റിക്കൊണ്ട് നമ്മുടെ നെയിം ബോർഡ് എത്തിയിരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആകെ ഒരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിനെ 3 മണിക്ക് ഇനി ഓട്ടമാണ്. ഇപ്പം ടൈം ഒരുപാട് പോയി, കാരണം 1:30-2 മണിയായി ടൈം. അതാണ് ഇനി ഓടിപ്പിടിച്ച് അവിടെ എങ്ങനെ എത്തിയ ഓട്ടം എടുക്കും എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അപ്പം ഗൈസ് നെയിം ബോർഡിൻ്റെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. അപ്പം നെയിം ബോർഡ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരാം. അതുപോലെ ട്രിപ്പിൻ്റെ വീഡിയോ, ബസ്സിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.